അയോധ്യാപതി ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഏറെ പ്രിയപ്പെട്ടവളാണ് സരയൂ നദി. ശ്രീരാമ ജന്മഭൂമിക്ക് പൂർണ്ണത കൈവരുന്നത് സരയൂ കൂടി ചേരുമ്പോഴാണ്. മഹർഷിമാരുടെ പർണശാലകൾക്ക് പ്രഭ പരത്തിയ സരയുവിന്റെ തീരങ്ങളും സുന്ദരം. രാമമന്ത്രങ്ങൾ ഉരുവിട്ട് അയോധ്യയിലൂടെ സ്വച്ഛന്തമായി ഒഴുകുകയാണ് സരയൂ നദി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. നദികളിൽ ഗംഗ പോലെ തന്നെ പ്രാധാന്യം സരയുവിനുമുണ്ട്. സരയൂ ഗംഗ പോലെ പരിശുദ്ധം, പവിത്രം, പുണ്യം. അയോധ്യയെ തഴുകിയൊഴുകുന്ന സരയുവിലെ ഓളങ്ങൾ പോലും ഉരുവിടുന്നത് രാമനാമമാണ്. അതിലലയടിക്കുന്നതാകട്ടെ രാമകഥകളും. കാശിക്ക് ഗംഗ എന്നതുപോലെയാണ് സപ്തമോക്ഷപുരിയായ അയോധ്യയ്ക്ക് സരയൂ. രാമന്റെ ജനനം, കാനനവാസം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങി സുപ്രധാന മുഹൂർത്തങ്ങൾക്കെല്ലാം സാക്ഷിയാണ് ഈ പുണ്യനദി. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നിത്യേന സ്നാനം ചെയ്തിരുന്നത് സരയുവിലായിരുന്നു എന്ന് വിശ്വാസം. യാഗങ്ങളും പൂജകളും നടന്നിരുന്നതും അതിന്റെ മനോഹരമായ തീരഭൂവിലായിരുന്നു. കോസലത്തിന്റെ പ്രധാന നദിയായ സരയുവിലെ പിതൃബലിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. യോഗി കാലത്ത് അതിമനോഹരമായ ഘാട്ടുകൾ സരയുവിന്റെ തീരത്ത് പണി കഴിപ്പിച്ചു. സന്ധ്യാനേരത്ത് രാമമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന സരയൂ ആരതി വർണ്ണനകൾക്ക് അതീതം. ഒരു തവണയെങ്കിലും അതിന് സാക്ഷിയാവുക ജന്മപുണ്യം. സരയൂ ജീവദായിനിയാണ്. മനുഷ്യന് മാത്രമല്ല, സകല ജന്തുജീവജാലങ്ങൾക്കും അവളാണ് മാതാവ്. സരയുവിനെ ആശ്രയിച്ച് പട്ടിണി മാറ്റുന്ന നൂറുകണക്കിന് പേർ ഇന്ന് അയോധ്യയിലുണ്ട്. സന്യാസിമാർ, ചെറുകിട കച്ചവടക്കാർ, പൂക്കൾ വിൽക്കുന്നവർ, ചന്ദനം തൊട്ട് നൽകുന്നവർ, ക്ഷുരകന്മാർ, ബോട്ട് സവാരിക്കാർ, അങ്ങനെ സരയുവിൽ നിന്നും അന്നം കണ്ടെത്തുന്നവർ നിരവധി. ഹിമാലയത്തിലെ മാനസരോവറിൽ നിന്നാണ് സരയുവിൻ്റെ ഉത്ഭവം. യുപിയിലെ ബേറിച്ചിൽ വെച്ച് ഘഗാര, കാളി, കർണാലി നദികൾ കൂടി ചേരുന്നതോടെ സരയൂ കരുത്താർജിക്കുന്നു. യുപിയിലൂടെ സ്വച്ഛന്തം ഒഴുകി ബീഹാറിൽ വെച്ച് അവൾ ഗംഗയിൽ ലയിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയോധ്യയിലേക്ക് വരണം. ഈ സരയുവിൻ്റെ തീരത്ത് ഒരല്പസമയം വെറുതെ ഇരിക്കണം. ഇവിടുത്തെ കാറ്റിന് പോലും പറയാനുണ്ട് ഭഗവാൻ ശ്രീരാമൻ്റെ വീരേതിഹാസങ്ങൾ. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, അയോധ്യ.